ഒരു പക്ഷേ കങ്കുവ പട ഹിറ്റായിരുന്നെങ്കിൽ സൂര്യയുടെ കരിയർ ഗ്രാഫിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് സൂര്യയുടെ കരിയർ ഗ്രാഫ് നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. കുറച്ച് കാലങ്ങളായിട്ട് ഒരു ക്ലീൻ ഹിറ്റ് തിയേറ്ററിൽ കൊടുക്കാൻ സൂര്യക്ക് സാധിച്ചിട്ടില്ല. ലാസ്റ്റ് നമ്മൾ കണ്ടത് എതിർക്കും പിന്നിന്തവൻ ആ സിനിമയായിരുന്നു. ആ സിനിമയും കുഴപ്പമില്ലാത്ത സക്സസ് ഒക്കെ ആയിരുന്നു. എങ്കിലും ഒരു ബൂം ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റാർഡത്തിനെ പിടിച്ച് കുലുക്കുന്ന രീതിയിലുള്ളൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റോ കാര്യങ്ങളോ റെസ്പോൺസോ ഒന്നും സൂര്യക്ക് കുറച്ച് കാലങ്ങളായിട്ട് തിയേറ്റേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു തിരക്ക് വന്ന പടം എന്ന് പറയുന്നത് കാപ്പാൻ പടമായിരിക്കും, നമ്മളുടെ കെ വി ആനന്ദ് ശരിക്കും സൂര്യയുടെ ഒരു ലക്കി ലക്കി ഡയറക്ടറായിരുന്നു. നല്ല ഭാഗ്യമുള്ള ഡയറക്ടറാണ്. അയൻ സിനിമയൊക്കെ നമുക്കറിയാം. മാട്രാനൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് വന്നിട്ടുള്ള പടമാണ്. നല്ല സിനിമയാണ്. പക്ഷെ അത് വേണ്ടാത്ത രീതിയിലൊന്നും തമിഴ്നാട്ടിലൊന്നും അത് ഡൈജസ്റ്റായി പോയില്ല, അതിൻ്റെ ആ ഒരു തീമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ സൂര്യക്ക് ഭയങ്കര സ്റ്റാർ ബേസും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ സിനിമകളുടെ പരാജയങ്ങളും സിനിമകൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചധികം മാറ്റങ്ങൾ വന്ന കാരണമായിരിക്കും തോന്നുന്നു. ഈ 2024 ആകുമ്പോഴേക്കും സൂര്യ ഒരു മങ്ങിയ പോലത്തെ ഒരു ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ പുള്ളി കണ്ടമാനം ചെയ്തു. നല്ല വാല്യൂ ഉള്ള സിനിമകളാണ്. പക്ഷേ സ്റ്റാർഡം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ എപ്പോഴും കൊണ്ട് നടക്കുള്ളൂ. അത് ഉണ്ടായിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് പുള്ളി ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്ന, കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ സെലക്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സിൻ്റെ ഒരു അഭാവം തന്നെയായിരിക്കും ഇപ്പോൾ കരിയർ ഗ്രാഫിന് വന്നിട്ടുള്ളൊരു പ്രശ്നം. പക്ഷേ ഇപ്പോൾ ശിവൊക്കെ ഞാൻ പറഞ്ഞ മാതിരി ശിവ നല്ലൊരു പൊട്ടൻഷ്യലുള്ള ഡയറക്ടറാണ്. പക്ഷേ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തതിൽ വന്നിട്ടുള്ള പാളിച്ചയാണ് കങ്കുവ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി കുറച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് ഡയറക്ടേഴ്സിനെ ഞാൻ സൂര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറയാൻ പോവാണ്. ഇവരായിട്ട് പടം ചെയ്യുകയാണെങ്കിൽ ഇതിൽ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, ചെയ്യാത്ത ആൾക്കാരുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ സൂര്യയുടെ സ്റ്റാർഡം കുറച്ചും കൂടി. ഇവരുമായിട്ട് ചെയ്യേണ്ടത് കണ്ടന്റ് ഓറിയൻറ്റഡ് സിനിമകളല്ല കേട്ടോ, ആദ്യമേ പറയാം. നല്ല എടുത്ത പൊങ്ങാത്ത വെയിറ്റുള്ള ഒരു കിൻഡിൽ സിനിമകളായിരിക്കണം. ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് ശരിക്കും ഗ്രാഫിൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സ് ആർക്കാണ് സൂര്യ എന്നുള്ളതും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതിൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറ്റ്ലി, അതേപോലെ നെൽസൺ, ലോകേഷ് എന്നുള്ളത്. ലോകേഷായിട്ട് ഓൾറെഡി ഒരു സിനിമ പ്ലാനിങ്ങിലുണ്ട് നമുക്കറിയാം, റോളക്സിൻ്റെ സ്റ്റാൻഡ് അലോൺ. ലോകേഷിൻ്റെ കൂടെ പടം വന്നു കഴിഞ്ഞാൽ അതിലൊന്നും യാതൊരു തർക്കമില്ല, അത്രമാത്രം ഓളം തിരിച്ചു കൊണ്ടുവരും. പ്രത്യേകിച്ച് ഇത് റോളക്സ് എന്ന് പറയുന്ന ക്യാരക്ടറും കൂടിയാണെങ്കിൽ പറയേണ്ട കാര്യമില്ല, തിയേറ്ററിൽ വന്നോളം സൃഷ്ടിക്കാൻ സൂര്യയ്ക്ക് പറ്റും. ആ പഴയ റേഞ്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നെൽസൺ നമുക്കറിയാം, ശിവകാർത്തികനെ വെച്ച് ഡോക്ടർ നല്ല രീതിയിൽ ഹിറ്റ് കൊടുത്ത ഡയറക്ടറാണ്. ആകെ വൈബാൾ ഇത് കുറച്ച് ബീസ്റ്റിലാണ്. പക്ഷേ ബീസ്റ്റിൽ അത് വേറൊന്നുമല്ല, അത് ആ സ്ക്രിപ്റ്റിൻ്റെ ഇതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാണ്ട് ദളപതിയുടെ പെർഫോമൻസും കാര്യങ്ങളൊന്നുമല്ല. ദളപതി ആയതുകൊണ്ട് മാത്രമാണ് ബീസ്റ്റ് നഷ്ടമില്ലാണ്ട് തിയേറ്റേഴ്സിലും ഡിസ്ട്രിബ്യൂട്ടർക്കും പ്രൊഡ്യൂസർക്കും പൈസ കിട്ടിയത്. വേറെ ഏത് നടനാണെങ്കിലും അത് വൺ ലോസ് ആയിരിക്കും. രജനീകാന്തിനെ വെച്ച് ജയിലറിൽ തിരിച്ചു വന്നു. അപ്പോൾ നല്ല ക്രാഫ്റ്റുള്ള ഒരു ഡയറക്ടറാണ് നെൽസനുമായിട്ട് സൂര്യയിൽ പടം ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ ആയിരിക്കും. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ് അജയ് ജ്ഞാനമുത്തു എന്ന് പറയുന്നത്. നമ്മളുടെ കോബ്രയൊക്കെ മെയ്ക്കേനൊടികൾ ആ സിനിമയൊക്കെ ഡയറക്ടർ അജയ് ജ്ഞാനമുത്തു. പുള്ളി നല്ല കിടിലൻ ഡയറക്ടറാണ്. പുള്ളി AR മുരുകദാസിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അപ്പോൾ പുള്ളിക്ക് നല്ല രീതിയിൽ പടം ചെയ്യുകയാണെങ്കിൽ പുള്ളിക്കും സൂര്യനെ നല്ലൊരു ഇതിൽ കൊണ്ടുവരാൻ പറ്റും. കോബ്രയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സിനിമയാണ്. അതായത് വലിയ സ്കെയിലുള്ള സിനിമ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് ഒരു ഡയറക്ടറാണ് അജയ് ജ്ഞാനമുത്തു. പിന്നെയുള്ള ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ തമാശ വരാനുള്ളൊരു ചാൻസ് ഉണ്ടാവും, ചിരി വരാനുള്ള ചാൻസ് ഉണ്ടാവും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോയാണ് സൂര്യ ഹരി കോംബോ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിനിമകളുടെ ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആകെ ഒരെണ്ണം മാത്രം, അതായത് സിംഗം 3 മാത്രമാണ് കുറച്ചൊരു വിമർശനങ്ങൾ കേട്ടിട്ടുള്ളൂ. അതല്ലാതെ 6, വേല്, സിംഗം 1, സിംഗം 2 ഇതൊക്കെ ഹിറ്റാണ്. അതായത് സൂര്യയ്ക്ക് ഹരി ഒരു ഭാഗ്യമാണ്, ഹരിക്ക് സൂര്യ ഒരു ഭാഗ്യമാണ്. സൂര്യ ഇല്ലാണ്ട് ഹരി പടം ചെയ്തിട്ടുള്ള പടങ്ങൾ എന്ന് പറഞ്ഞാൽ സാമി നന്നായിട്ടുണ്ട്. പിന്നെ ധനുഷിനെ വെച്ചിട്ടും വിശാലിനെ വെച്ചിട്ടും പടം നന്നായിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് വിശാലിനെ ചെയ്ത പടമൊക്കെ ആനകുണ്ടാണ്. അപ്പോൾ സൂര്യ എപ്പോഴും ഒരു ലക്കി ജാമാണ് ഹരിക്ക്. അപ്പോൾ ഹരി ഇനി സൂര്യയും മറ്റും ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ഹിറ്റ് കൊടുക്കും എന്നുള്ള കാര്യമാണ് എൻ്റെ മനസ്സ് പറയണത്. ആവശ്യമില്ലാണ്ട് സിംഗം 3 പോലെ മറ്റേ കളറുകളൊന്നും മാറി അറിയാണ്ടിരുന്നാൽ മതി. നല്ല കണ്ടൻറ്റ് അതായത് നല്ല സ്ട്രോങ് സ്ക്രിപ്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും സൂര്യയുടെ ആ ഒരു സ്റ്റാർഡം പുറത്തേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഹീറോൻ്റെ ഒരു സംഭവം കൊണ്ടുവരാൻ ഹരിക്ക് നല്ല കഴിവാണ്. പിന്നെയുള്ള എനിക്ക് ഫേവറേറ്റ് ഒരു ഡയറക്ടറാണ് വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്നത്. വിഷ്ണുവർദ്ധൻ നല്ല വലിയ സിനിമകൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ഡയറക്ടറാണ് തമിഴിൽ. പുള്ളി ഇപ്പോൾ വലിയ ആക്റ്റീവല്ല. പുള്ളിയാണ് അജിത്തിൻ്റെ ബില്ല ചെയ്തത്, ആരംഭം ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ നല്ല കപ്പാസിറ്റി ഉള്ളൊരു ഡയറക്ടറാണ്.
വിഷ്ണുവർദ്ധൻ എന്നുള്ളത്. വിഷ്ണുവർദ്ധൻ ഇപ്പം അടുത്ത് അജിത്തിനെ വെച്ചൊരു പടം ചെയ്യാനുള്ള പ്ലാനുകളും ചർച്ചകളും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. പക്ഷെ അതൊന്നും പ്രത്യേകം കണ്ടില്ല. വിഷ്ണുവർദ്ധനായിരുന്നു വിടാമുയർച്ചിയുടെ ചാൻസ്, അതായത് ആ പടത്തിൻ്റെ ചെയ്യാനുള്ള ചാൻസ് നമ്മുടെ വിഷ്ണുവർദ്ധനായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതെന്തുകൊണ്ടോ നമ്മുടെ മകൾ തിരുമേനിക്ക് ആ നറുക്ക് വീഴാണ് ഉണ്ടായത്. അപ്പോൾ ഈ വിഷ്ണുവർദ്ധൻ സൂര്യയുമായിട്ട് പടം ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു കിടിലം പടമായിട്ട് വരുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു വലിയ കപ്പാസിറ്റി പടമായിട്ട് വരണം. 2013 വിഷ്ണുവർദ്ധൻ ആരംഭം ചെയ്തത്. 2015 പിന്നെ ആര്യനെ വെച്ചൊരു പടം ചെയ്തു. അതിനുശേഷം വലിയ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. 2021 ഷേർഷാ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി പടം അങ്ങോട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. 21-22 അങ്ങോട്ട് പുള്ളി നല്ലൊരു സ്ക്രിപ്റ്റും കൊണ്ട് സൂര്യക്ക് വരികയാണെങ്കിൽ നല്ലൊരു കംബാക്ക് സൂര്യക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ കാർത്തിക് സുബ്രാജായിട്ട് പടം ചെയ്യുന്നുണ്ട്. അതിൽ നല്ല പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ട്. അതൊരു ലവ് സ്റ്റോറി എന്ന് പറയുന്നു, ലവ് സ്റ്റോറി വിത്ത് ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു ഡയറക്ടറാണ് നമ്മുടെ സുശീന്ദ്രൻ എന്ന് പറയും. കാർത്തിക്കൊക്കെ നാൻ മഹാനെല്ലാം പടമൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഡയറക്ടറാട്ടോ പുള്ളി. അസാമിൻ്റെ ഡയറക്ടറാണ് പുള്ളി. വിശാലിനെ വെച്ചൊരു പടമൊക്കെ ചെയ്തിട്ടുണ്ട്. ഗംഭീര ഡയറക്ടറാണ് സുശീന്ദ്രൻ. എനിക്ക് എല്ലാവരുടെ വേറെയും സിനിമകളുണ്ട്. നമ്മുടെ കുമ്മിക്ക് സിനിമയൊക്കെ പുള്ളിയുടെ ആണെന്നുണ്ട്. ഗംഭീര സിനിമയാണ്, ഒരു രക്ഷയില്ലാത്തതാണ്. പുള്ളിയപ്പോൾ സൂര്യമായിട്ടൊക്കെ പടം ചെയ്യുകയാണെങ്കിൽ അത് ഗംഭീരമായിരിക്കും. പിന്നെ ഇപ്പോൾ വാടിവാസിൽ വരാനുണ്ട്. സോ സൂര്യക്ക് നല്ല ലൈനപ്സുകൾ ഇനിയും ഒരുപാടുണ്ട്. പക്ഷേ ഈ ലൈനപ്സിൻ്റെ കൂടെ നമ്മൾ ഈ പറയുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂടെ ലൈനപ്പ് ഇത് വന്നു തരികയാണെങ്കിൽ ആ പഴയ സ്റ്റാർഡമുണ്ട് 2012-13 വരെയുള്ള ആ ഒരു സ്റ്റാർഡം സൂര്യയുടെ ഒരു ഗംഭീര കാലഘട്ടം തന്നെയായിരുന്നു. അതിലേക്ക് വീണ്ടും തിരിച്ചു വരാനൊക്കെ പറ്റും. അപ്പോൾ അത് പുള്ളിക്ക് അങ്ങനത്തെ ലൈനപ്സും ഭാഗ്യങ്ങളൊക്കെ കിട്ടട്ടെ. എന്തായാലും നിരാശരായിട്ടുള്ള ഫാൻസിന് നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള സിനിമകൾ വരും വർഷങ്ങളിലൊക്കെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത്.